ചോദ്യം 1. ഒരു കല്ലിൻ്റെയും രത്നത്തിൻ്റെയും നദിയുടെയും നിറം ഒന്നാണ്. ഏതാണ് ആ നിറം? നീല. പുറപ്പാട് 28 18 വാക്യം, വെളിപ്പാട് 21 19 വാക്യം, യെശയ്യാവ് 23 3 വാക്യം. 3 നിറങ്ങളിലെ ഒരു നിറം ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതിൻ്റെ ആദ്യത്തെ 3 അക്ഷരം ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നിൻ്റെ നിറമായിട്ടാണ് ഈ നിറം കാണപ്പെടുന്നത്. എങ്കിൽ നിറമേത്? ഗന്ധകവർണം. വെളിപ്പാട് 9 17 വാക്യം, 21 8 വാക്യം, ലൂക്കോസ് 17 29 വാക്യം. കുറച്ച് കുതിരകളുടെയും ഒരാളുടെ ഭർത്താവിൻ്റെ നിറവും ഒന്നാണ്. ഏതാണ് ആ നിറം? വെണ്മ. സെഖര്യാവ് 1 8 വാക്യം, ഉത്തമഗീതം 5 10 വാക്യം. 3 അക്ഷരമുള്ള ഈ നിറം ബൈബിളിൽ ഒരു പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. കുതിരകളുടെ നിറമാണിത്. എങ്കിൽ നിറമേത്? കുരാൽ. സെഖര്യാവ് 1 8 വാക്യം, 6 3 7 വാക്യങ്ങൾ. ഒരു മുഴുവൻ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായ ഒന്നിൻ്റെ നിറം എന്താണ്? ചുവപ്പ്. യോശുവ 2 17 18 വാക്യങ്ങൾ, 6 25 വാക്യം. 2 അക്ഷരമുള്ള ഒരു നിറം ബൈബിളിൽ ആകെ 2 പ്രാവശ്യമേ ഉള്ളൂ. മൃത്യു ഇരുന്നത് ഈ നിറമുള്ള ഒരു മൃഗത്തിൻ്റെ മുകളിലാണ്. പല നിറത്തിലുള്ള ഒരു കല്ലിൻ്റെ ഒരു നിറവുമാണിത്. എങ്കിൽ നിറമേത്? മഞ്ഞ. വെളിപ്പാട് 6 8 വാക്യം, എസ്തേർ 1 6 വാക്യം. ദൈവം ഒരു ദേശത്തെ ഈ നിറം അണിയിപ്പിച്ചു. ആകാശത്ത് പ്രകാശം പരത്തുന്ന വസ്തുക്കളെ ഈ നിറം ധരിപ്പിക്കുമെന്ന് പറഞ്ഞു. നിറമേത്? കറുപ്പ്. യെഹെസ്കേൽ 31 15 വാക്യം, 32 8 വാക്യം. 2 നിറങ്ങളായ ഞങ്ങളെ ഒരുമിച്ചാണ് കാണുന്നത്. ബൈബിളിൽ ഒരു പുസ്തകത്തിൽ മാത്രമേ ഞങ്ങളുള്ളൂ. ഒരു രോഗത്തിൻ്റെ രോഗലക്ഷണം ഉറപ്പിക്കുന്നത് ഞങ്ങളെ നോക്കിയാണ്. ഇരുവരായ ഞങ്ങളുടെ പേരെന്ത്? ഇളം പച്ച, ഇളം ചുവപ്പ്. ലേവ്യ പുസ്തകം 13 49 വാക്യം, 14 37 വാക്യം. ഒരു സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രത്തിലെ 2 നിറങ്ങളിൽ ഒരു നിറവും ഒരു പട്ടണം ധരിച്ചിരിക്കുന്ന ചില വസ്തുക്കളിലെ ഒരു നിറവുമാണിത്. എങ്കിൽ നിറമേത്? ധൂമ്രവർണം. വെളിപ്പാട് 17 4 വാക്യം, 18 16 വാക്യം. ബൈബിളിൽ ഒരു പുസ്തകത്തിൽ മാത്രം കാണുന്ന
ഒരു നിറം. കുറച്ചു പേർ സുരക്ഷയ്ക്കായി ശരീരത്തിലിടുന്ന ഒരു വസ്ത്രത്തിൻ്റെ 3 നിറങ്ങളിൽ ഒന്നാണിത്. ഒരു വലിയ പാമ്പിൻ്റെ നിറവുമാണിത്. എങ്കിൽ നിറമേത്? തീ നിറം. വെളിപ്പാട് 9-ാം അധ്യായം 17-ാം വാക്യം, 12-ാം അധ്യായം 3-ാം വാക്യം. ബൈബിളിലുടനീളം കാണാവുന്ന ഒരു നിറം. എന്നാൽ നിറമായിട്ടല്ല ഇതധികവും കാണപ്പെടുന്നത്. വേറെ ഒന്നിനോട് തുല്യതയുള്ള ഒരു ധനുസ്സിൻ്റെയും വേറെ 2 നിറത്തോടൊപ്പം ഇട്ടിരിക്കുന്ന ഒരു തുണിയുടെ നിറവുമാണിത്. എങ്കിൽ നിറമേത്? പച്ച. വെളിപ്പാട് 4-ാം അധ്യായം 3-ാം വാക്യം, എസ്തേർ 1-ാം അധ്യായം 6-ാം വാക്യം. ഒരു പ്രവാചകൻ ദർശനത്തിൽ കണ്ട എണ്ണയുടെ നിറം. ഈ നിറത്തിലെ മുടി കണ്ടാൽ ആ മനുഷ്യനെ ശുദ്ധനല്ല എന്ന് കരുതണം. എങ്കിൽ നിറമേത്? പൊൻനിറം. സെഖര്യാവ് 4-ാം അധ്യായം 12-ാം വാക്യം, ലേവ്യ പുസ്തകം 13-ാം അധ്യായം 30-ാം വാക്യം.